എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തുള്ള ജനങ്ങളുടെ എല്ലാവരെയും കുറച്ച് പേരെങ്കിലും നമ്മുടെ ഇന്ത്യക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അക്രമികൾ പെറ്റുപെരുകുന്ന കാര്യത്തിൽ നമ്പർ 1 ഇന്ത്യ ആവാൻ വേണ്ടിയിട്ടുള്ള മത്സരത്തിലാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. എൻ്റെ സംശയം മാത്രമാണ് കേട്ടോ. അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് ഒരു വാർത്ത ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഭാര്യയെ കൊന്നിട്ട് അവരുടെ ശരീരം എല്ലും മാംസമൊക്കെ വേർതിരിച്ച് മിക്സിയിലിട്ട് പൊടിക്കുന്നു, അതിനുശേഷം കുക്കറിലിട്ട് വേവിക്കുന്നു, തടാകത്തിൽ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഒരു വാർത്ത, അത് നമ്മുടെ ഡൽഹിയിലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വാർത്തയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ ഞെട്ടിച്ച ഒരു വാർത്തയാണ് മറ്റൊന്ന്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മറ്റ് വിദ്യാർത്ഥികൾ ചേർന്ന്, അതും 9ാം ക്ലാസ്സിലെ തന്നെ വിദ്യാർത്ഥികളാണ്, അവർ ചേർന്നിട്ട് കുറച്ച് പേര് ചേർന്നിട്ട് ഒരു ആൺകുട്ടിയെ അതിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഊരി മാറ്റി കുട്ടിയെ പൂർണ്ണ നഗ്നനാക്കിയതിന് ശേഷം ആ ദൃശ്യങ്ങൾ വാട്സപ്പിലൂടെയൊക്കെ പ്രചരിപ്പിച്ചു എന്നതാണ് തെറ്റ്. ഒന്ന് ഓർത്ത് നോക്കൂ, എത്ര വലിയ ഭീകരതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 9ാം ക്ലാസ്സിലെ പിള്ളേർക്ക് പോലും ആരെയും ഒന്നിനെയും പേടിയില്ല എന്ന് വന്നിരിക്കുകയാണ്. എന്തായാലും അതേക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ വരെ വന്നിട്ടുണ്ട്. ആ ഒരു ദൃശ്യങ്ങളുടെ പോലും വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ബ്ലർ ചെയ്ത് മാത്രമേ കാണിക്കാൻ സാധിക്കൂ. എന്തായാലും നമുക്ക് ഈ വാർത്ത ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് ഓരോന്ന് പറയുമ്പോൾ ചിലരെങ്കിലും പറയും, ഓ അവർ മാത്രമേ ഇതൊക്കെ അറിയുന്നുള്ളൂ, അവർ വന്നിരുന്ന് ഓരോന്ന് പടച്ചിറക്കുന്നതാണെന്ന് പലരും വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാർത്ത ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. പാലായിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ നഗ്ന ദൃശ്യങ്ങൾ സഹപാഠികൾ പ്രചരിപ്പിച്ചതായി പരാതി. പാലാ സെന്റ് തോമസ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ക്ലാസ്സിലെ മറ്റ് വിദ്യാർത്ഥികൾ ചേർന്ന് വസ്ത്രം ഊരി മാറ്റി ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചത്. വിദ്യാർത്ഥിയുടെ അച്ഛൻ പാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് ഈ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടത്. മറ്റ് ഈ ആക്രമിക്കുന്ന വിദ്യാർത്ഥികളും 9ാം ക്ലാസ്സിലുള്ളതാണ്. അതായത് സ്കൂളിൽ വെച്ച് ഈ വിദ്യാർത്ഥിയുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി നഗ്ന ദൃശ്യങ്ങളടക്കം പകർത്തുകയും അത് വാട്സപ്പിൽ വഴിയും മറ്റും വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കാണുകയും അതിനുശേഷമാണ് കുട്ടിയുടെ അച്ഛൻ പാലാ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് ഒരു പരാതി നൽകിയിട്ടുള്ളത്. ഇന്നലെയാണ് പാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് പരാതി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ തുടർ അന്വേഷണം, അതായത് സമഗ്രമായ രീതിയിൽ, പ്രത്യേകിച്ച് എല്ലാവരും ജുവലയിലാണ്, മാത്രമല്ല സ്കൂളിൽ ഇത് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് റാഗിങ്ങിനടക്കം പരിധിയിൽ വരുന്നതാണോ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിന് ശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കുറ്റകൃത്യം ചെയ്ത പിള്ളേരെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല വള്ളിച്ചൂരന് ഇതുപോലെ നിക്കർ ഊരിയതിന് ശേഷം നല്ല പൊട്ടീര് കൊടുക്കണം തന്നെ. നല്ല പൊട്ടീരെന്ന് പറഞ്ഞാൽ ഇരിക്കരുത്, ചന്തി കൊണ്ടുവന്ന് തറയിൽ വെച്ച് ഇരിക്കരുത് അവന്മാർ. ആ രീതിയിലുള്ള പൊട്ടീര് കൊടുക്കണം ചന്തിക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മുളയിലേ നുള്ളേണ്ടതാണ് നമ്മൾ. ഇതൊക്കെ അങ്ങ് വിട്ടിരുന്നാൽ, അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെന്നുള്ള ആ ഒരു പരിഗണന കൊടുത്ത് ഇതൊക്കെ അങ്ങ് വെറുതെ വിട്ടിരുന്നാലുണ്ടല്ലോ, ഇവനൊക്കെ ഇത്തിരി കൂടെ വലുതാകുമ്പോൾ ഇന്ന് ആൺകുട്ടിയോട് കാണിച്ചത് നാളെ പെൺകുട്ടികളോടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിനൊന്നും വളം വെച്ച് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ വെറും ശുദ്ധ തന്തയില്ലാത്ത തരമാണ്. ഇതിനൊന്നും നമ്മൾ ഒരിക്കലും കൂടെ പിടിച്ച് കൊടുക്കാൻ പാടില്ല. എന്താ ഈ പിള്ളേർക്കില്ലാത്തത്? തിന്നാനില്ലേ, ഉടുക്കാനില്ലേ, ഉണ്ണാനില്ലേ? എന്താണ് ഇല്ലാത്തത്? അപ്പോൾ ഇതൊക്കെ കുറേ എണ്ണത്തിന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തലിളവുന്നതിൻ്റെ പ്രശ്നമാണ്. ഇതിനൊക്കെ വേണ്ടതുണ്ടല്ലോ നല്ല പത്തല് കൊണ്ടുള്ള തല്ലാണ്. പക്ഷെ പത്തല് വെട്ടാനൊന്നും ഇന്നത്തെ കാലത്ത് നടക്കില്ല. പക്ഷെ നല്ല വള്ളി ചൂരൽ വെച്ച് നല്ല പൊട്ടിയിട്ട് കമഴ്ത്തി കിടത്തിട്ട് കൊടുക്കണം എല്ലാ എണ്ണത്തിനും. അതാണ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്തത് ഇത്തരത്തിലൊരു റാഗിങ് എന്നോ എന്ത് വേണേലും പറയാം. ഇത്തരത്തിലുള്ള കാര്യം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളല്ല, ആൺകുട്ടികൾ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവന്മാർക്കില്ലാത്തത് എന്തെങ്കിലും ഈ കുട്ടിക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് മനസ്സിലാവുന്നില്ല. എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഒരു പോക്ക് എങ്ങോട്ടാണ്? ഒരുപാട് വികസനങ്ങൾ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. 5 വരി പാതയും 10 വരി പാതയും കെട്ടി നമ്മൾ ആ വികസനം ചെയ്തു, ഈ വികസനം ചെയ്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ജനങ്ങളുടെ സുരക്ഷിതത്വം, അതാണ് ഒരു സർക്കാർ ഏറ്റവും അധികം മുൻഗണന കൊടുക്കേണ്ടത്. ജനങ്ങൾക്ക് സുരക്ഷിതരായിട്ട് കഴിയാൻ പറ്റുമോ ഇല്ലയോ? നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ ആരോടാണ് പറയുക? ആരോടാണ് ആജ്ഞാപിക്കുക എന്നല്ല, നമ്മൾ ആരോടാണ് ആവലാതി പറയുക?
നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചധികം ആളുകളുണ്ട്, അധികാരികളുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് മാത്രമേ പറയാൻ പറ്റൂ. അവർ വേണം നമ്മുടെ സുരക്ഷിതത്വത്തിന് ഉറപ്പ് നൽകാനായിട്ടുള്ളത്. നോക്കൂ, നമ്മളുടെ രക്ഷയെ കരുതി രാവും പകലും ഒരുപോലെ ഉറക്കം ഉളച്ച് ഉണ്ടാലായി ഉണ്ണാതെയായി എന്നുള്ള രീതിയിൽ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈനികരുണ്ട്. അവരെ നമ്മൾ എപ്പോഴും നമിക്കുകയാണ്. അവർക്ക് മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി അവർ മാത്രമേ നിലകൊള്ളുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ജീവൻ്റെ വിലയാണ് നമ്മളിന്ന് വീടിനുള്ളിൽ കതകടച്ച് കിടന്ന് ഉറങ്ങുന്നത്. പക്ഷേ എന്നാൽ പോലും നമ്മൾ സുരക്ഷിതരല്ല. ഒരു വിഭാഗം ജനങ്ങൾ, നമ്മുടെ പട്ടാളക്കാർ, നമ്മുടെ ബഹുമാനപ്പെട്ട പട്ടാളക്കാർ, അവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ അതിർത്തിയിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അത് പൂർണ്ണമായും അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതരായിരിക്കണം. അവരുടെ ജീവൻ മാത്രം ബലിയർപ്പിച്ചിട്ട് അവർ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതരാവണം എല്ലാ കാര്യത്തിലും. അതിനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണുള്ളത്. ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ വളരെ ശക്തമായൊരു നിയമം കൊണ്ടുവരണം. കുട്ടികളെന്നുള്ള ആ ഒരു പരിഗണനയൊന്നും ഇവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവരാണ് ഭാവിയിൽ ഏറ്റവും വലിയ അപകടകാരികളാവുന്നത്. ഇന്നത്തെ കാലത്ത് 13 വയസ്സ് തൊട്ട് കുട്ടികൾക്ക് കത്തിയെടുക്കാനും പച്ച മാംസത്തിൽ കുത്തിയിറക്കാനൊന്നും ഒരു മടിയില്ലാത്ത പിള്ളേരാണ്. അപ്പോൾ അത്രയും വലിയ പരിഗണനയൊന്നും കൊടുക്കരുത്. ദേഹം നോവുന്നതിൻ്റെ വേദന എന്താണെന്ന് ഇവർ നന്നായിട്ട് അറിയണം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് അടി കിട്ടുന്നില്ല, വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. വീട്ടിൽ നിന്ന് കിട്ടാത്ത കാര്യം, സ്കൂളിൽ നിന്ന് കിട്ടാത്ത കാര്യവും പിള്ളേരെ തല്ലിക്കൂടാ. ജന്മം നൽകിയ അച്ഛനമ്മയ്ക്കും തല്ലിക്കൂടാ, പഠിപ്പിക്കുന്ന ഗുരുനാഥനും തല്ലിക്കൂടാ. ശരിക്കും ശരീരവേദന എന്താണെന്ന് ഇവറ്റകൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഇവർക്ക് ഒരു മടിയില്ല. അതിലൊക്കെ മാറ്റം കൊണ്ടുവരണം. എന്താ സ്വന്തം അച്ഛനും അമ്മയും തല്ലിയാൽ എന്താ സംഭവിക്കുന്നത്? നമ്മളെയൊന്നും നമ്മുടെ അച്ഛനമ്മമാരും ഗുരുനാഥന്മാരൊന്നും തല്ലിയിട്ടില്ലേ? ഇപ്പോഴുള്ള കുട്ടികൾക്ക് മാത്രം എന്താ സംഭവിക്കുക? അവർ ആത്മഹത്യ ചെയ്യുന്നുള്ള പേടിയാണോ സർക്കാരിന്? അങ്ങനെ ചെയ്യുന്ന മക്കൾ പോയി ചെയ്യട്ടെ എന്ന് വിചാരിക്കണം. സ്വന്തം അച്ഛനും അമ്മയും ഒന്ന് തല്ലിയാൽ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാൽ മരിക്കണമെന്ന് തോന്നുന്നവർ പോയി മരിക്കട്ടെ. ഇവരെയൊക്കെ എത്ര നാൾ ഇങ്ങനെ തൊഴുത് കൊണ്ട് നടക്കാൻ പറ്റും? എത്ര നാൾ പറ്റും ഇങ്ങനെ തൊഴുത് നിലനിർത്താനായിട്ട്? അങ്ങനെ നമ്മൾ കുട്ടികളെ താങ്ങി തൊഴുത് പോകുന്നതനുസരിച്ച് അവർ വഷളായിട്ടാണ് പോകുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് ഭയമില്ല. എന്ത് തെമ്മാടിത്തരം കാണിച്ചിട്ട് വീട്ടിൽ കയറി വന്നാലും അച്ഛനും അമ്മയും തല്ലില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ആകാശം മുട്ട വഴക്ക് കുറയുമായിരിക്കും. തല്ലു കൊടുക്കുവാണെങ്കിൽ പിള്ളേർ ആത്മഹത്യ ചെയ്താലോ? പേടിച്ച് തല്ലാൻ പറ്റുമോ? വീട് വിട്ട് ഇറങ്ങിപ്പോയാലോ? പിന്നെ അച്ഛനും അമ്മയും ജയിലിൽ പോയി കിടക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മക്കൾക്ക് ഏളുതരം വെച്ച് കൊടുക്കുന്നതിൻ്റെ ഏറ്റവും ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇതൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കും പിള്ളേരെ. ആദ്യം നമ്മുടെ ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇന്ന് വരെ അച്ഛനും അമ്മയും മക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് തല്ലാറില്ല. അതുപോലെ അധ്യാപകരും കുട്ടികൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് തല്ലു കൊടുക്കുന്നത്. അടിച്ചങ്ങ് പൊട്ടിച്ച് കൈയും കാലും ഒടിച്ച് കളയത്തൊന്നുമില്ല. ഇങ്ങനെ കുട്ടികൾ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ നാട് വിട്ട് പോവും എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ അവരെ ചൊതുക്കി വെക്കാൻ നോക്കുന്നതനുസരിച്ച് അവരകന്നകന്ന് പോവുകയാണ് ചെയ്യുന്നത്. അവരൊരിക്കലും അടുക്കുന്നില്ല. ശരിയും തെറ്റും എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഈ കൂട്ടത്തിലുള്ള ആൺകുട്ടികളാണ് ഈ കുട്ടിയോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയത്. അപ്പോൾ യുവമാരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും? യുവമാരുടെയൊക്കെ തലച്ചോറിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും? ഒന്ന് ഓർത്തു നോക്കൂ. ഇപ്പം തന്നെ ഒരു കുട്ടി, ഇപ്പോൾ ഉദാഹരണം പറയുന്നതാണ്, ഒരാൾ അല്ലെ ഒരു കുട്ടിയാവട്ടെ വലിയവരാവട്ടെ ആരോ ആവട്ടെ, മയക്കുമരുന്ന് അടിച്ചെന്ന് കരുതിയിട്ടോ കഞ്ചാവ് അടിച്ചെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ടോ അവരെ പിടിക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ആരും തിരക്കുന്നില്ല. അത് തിരക്കി അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ ഓരോ ഓഫീസർമാരും ശ്രമിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ കൊതുക് നമ്മളെ ഒന്ന് കടിച്ചു, നമ്മളവിടെ കൊതുക് തിരി കത്തിച്ച് വെച്ചാൽ തൽക്കാലം കൊതുക് വരാതിരിക്കും. പക്ഷെ കൊതുക് ഇല്ലാതാവുന്നില്ല. കൊതുക് അപ്പോഴും പെറ്റ് പെരുകുന്നതേ ഉള്ളൂ. ആ കൊതുക് പെറ്റ് പെരുവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉറവിടം തന്നെ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഉറവിടം നശിപ്പിച്ച് കളയണം. അപ്പോഴായിരിക്കും കൊതുകില്ലാതാവുന്നത്. നമ്മളൊരു കൊതുക് തിരി കത്തിച്ച് വെച്ചാൽ
ആ കൊതുക് തിരി കത്തിയെരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കൊതുക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരും. പക്ഷേ അതേസമയം ആ കൊതുക് പെരുകാനുള്ള സാഹചര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യുകയാണെങ്കിൽ കൊതുകില്ലാണ്ടാവും. ഇവിടെ മയക്കുമരുന്നിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. അത്യാവശ്യം പിടികൂടുന്നു, ഇത് കൈവയ്ക്കുന്ന ആളിനെ പിടികൂടുന്നു. അവർ സാമ്പത്തികമൊന്നും ഇല്ലാത്ത പാപ്പരാസികളാണെങ്കിൽ, അവർക്ക് രാഷ്ട്രീയമായിട്ടൊന്നും ബന്ധമോ ഒന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ അവരെ പിടികൂടുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ അല്ലെങ്കിൽ അവരൊക്കെ അത് ആരാണോ കൊണ്ടു കൊടുത്തത് അവരിലേക്ക് പോകുന്നു. അതിനുശേഷം ഇത് വരുന്ന ഉറവിടം ഏതാണെന്ന് കണ്ടുപിടിക്കുന്നില്ല. ആ ഉറവിടം കണ്ടുപിടിച്ച് അത് നശിപ്പിച്ച് കളഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് ഒരു മുക്തി ഉണ്ടാവുള്ളൂ. ഇതാരും ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പിള്ളേർ ലഹരി വസ്തു വല്ലതും ഉപയോഗിച്ചിട്ടാണോ ഈ കുട്ടിയോട് ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് നല്ല വെള്ളിപ്പത്തലുണ്ട്, നല്ല ആട്ടി വേണ്ട പത്തലിപ്പോൾ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ നല്ല ഒന്നാന്തര ചൂരൽ വടിയെടുത്തിട്ട് കമഴ്ത്തി കിടത്തണം. എന്നിട്ട് ചന്തി പുളക്കി എല്ലാം ഊരി കളഞ്ഞിട്ട് കൊടുക്കണം. അടി പൊട്ടുന്ന കണക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് ഈ ചെയ്ത തെറ്റിൻ്റെ ആഴം, ഇനി ഇങ്ങനെ ചെയ്താൽ ഇതുപോലൊരു അടി നമ്മൾ താങ്ങില്ല എന്നുള്ളൊരു ബോധം ഉണ്ടാവത്തുള്ളൂ. അത്രയധികം വിഷമത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ആ കുട്ടി എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. മാനാഭിമാനങ്ങൾ ആണിനും പെണ്ണിനും എല്ലാത്തിനും തുല്യം തന്നെയാണ്. പെണ്ണായതുകൊണ്ട് അവൾക്ക് കൂടുതൽ, ആണായതുകൊണ്ട് അവർക്ക് കുറവ് എന്നൊന്നൊന്നുമില്ല. ആത്മാഭിമാനം എല്ലാവർക്കും. ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ആ കുട്ടി ആ മാനക്കേട് കാരണം എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയിരുന്നെങ്കിൽ, എന്തെങ്കിലും ആത്മഹത്യയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ആര് ഉത്തരവാദിയായേനെ? ഈ കുട്ടികൾ കുറച്ച് നാൾ അതിനെ വല്ല ദുർഗുണ പാഠശാലയിലും കൊണ്ടാക്കും. അത് കഴിയുമ്പോൾ 16 വയസ്സല്ലേ ഉള്ളൂ, കൊച്ചു കുട്ടികളല്ലേ എന്നുള്ള പരിഗണനയിൽ അതുങ്ങളേക്ക് ഇറക്കി അങ്ങ് വിടും. ഇതൊക്കെ വീണ്ടും സമൂഹത്തിന് വിപത്തായിട്ട് നാശമായിട്ടായിരിക്കും വരുന്നത്. നല്ല പൊട്ടീര് കൊടുക്കണം, നല്ല 4 പൊട്ടീര് കൊടുക്കണം. പൊട്ടീര് കൊടുക്കുകയും വേണം. പിന്നെ ഇവരെ പൊട്ടീര് മാത്രം കൊടുത്തതുകൊണ്ട് കാര്യമില്ല, നല്ല കൗൺസിലിംഗ് ഒക്കെ നല്ല രീതിയിൽ കൊടുക്കണം. പൊട്ടീര് കൊടുക്കണം. ഇവരെ അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഇവർ ചെയ്ത തെറ്റിന് അവർക്ക് അതിനുള്ള ശിക്ഷയും കൊടുക്കണം, പണിഷ്മെൻറ്റും കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതൊക്കെ ഒരു വിധത്തിൽ പേടിയെങ്കിലും കാണൂ ഇതിനൊക്കെ. ഈ ഒരു വിഷയത്തിൽ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.